ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഇലയട ഉണ്ടാക്കിയാലോ. റാഗിപ്പൊടി കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഇലയട ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഈ റാഗി അട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെള്ളം തിളച്ചതിന് ശേഷം ഒരു കപ്പോളം റാഗിപ്പൊടി അതിലേക്കിട്ട് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതിങ്ങനെ കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിങ്ങനെ ഉരുളകളാക്കിക്കൊണ്ട് പത്തിരി പോലെ പരത്തിയെടുക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ഇതിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇപ്പം നമ്മൾ പത്തിരികളൊക്കെ പരത്തിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് നെയ്യിട്ട് നമുക്ക് തേങ്ങ ചിരവിയത് ഇട്ടുകൊണ്ട് ഒരു അരമുറി തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കത് നെയ്യിലിട്ട് ഇങ്ങനെ ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അവിൽ ചേർക്കാം. ഒരു അരക്കപ്പോളം അവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ നേന്ത്രപ്പഴം ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ഇനി നമുക്ക് കുറച്ച് ശർക്കര, 3 ആണിയോളം ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം. കൂടാതെ കുറച്ച് നിലക്കടല പൊടിച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ മിക്സർ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്തും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. 1 സ്പൂൺ കറുത്ത എള്ളു നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ മിക്സറൊക്കെ നല്ലവണ്ണം വറുത്തെടുത്തു. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് കുറച്ച് നെയ്യിടാം. വേണമെങ്കിൽ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാ നട്ട്സുകളും വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇതിലൂടെ മുന്തിരി മാത്രമാണ് ചേർക്കുന്നത്. ഈ വറുത്തെടുത്ത മുന്തിരി നമുക്കിതിലേക്ക് ചൂടോടെ തന്നെ ഒഴിക്കാം. ഇതെല്ലാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇലയട ഉണ്ടാക്കാൻ ആരംഭിക്കാം. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അച്ചുണ്ടായിരുന്നു. അതിലേക്ക് ഇട്ടുകൊണ്ട് ഷേപ്പ് വരുത്താൻ വേണ്ടിയാണ് ഞാനിതെടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് 2-3 സ്പൂണ് നമ്മുടെ അവിൽ മിക്സർ ഇതിലേക്ക് ചേർത്തുകൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാം. നമുക്കിതിങ്ങനെ പൂ പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് കാണാനും തിന്നാനും വളരെ ടേസ്റ്റിയാണ്. ഇത്തരം നാടൻ രുചിക്കൂട്ട് ഇഷ്ടമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മളെല്ലാ അടകളും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിനായി ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ വാഴയില വെച്ച് കൊടുക്കാം. നമുക്ക് ഓരോ അടകളും ഇത് ഈ വാഴയുടെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ആണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ അടകളും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നിരത്തി വെക്കാം. ഇപ്പോൾ എല്ലാ അടകളും ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞതിന് നമുക്കിതിൻ്റെ മുകളിലേക്ക് വാഴയില ഒന്നുകൂടെ വെച്ച് കൊടുക്കാം. 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇലയട വെന്ത് കഴിയും. നമുക്കിത് പുറത്തെടുക്കാം. ഇപ്പോൾ വെന്ത് കഴിഞ്ഞു. ചൂട് കൂടിയത് കൊണ്ടാണ് നമുക്ക് ഇലയട ഇങ്ങനെ പൊട്ടാൻ കാരണം. നമുക്കിത് ഇറക്കി വെക്കാം. അറിയതിന് ശേഷം നമുക്ക് ഇലയട ഓരോന്നായി നമ്മുടെ പാത്രത്തിലേക്ക് ഇടാം. ഇപ്പോൾ നമ്മുടെ ഇലയട ഉണ്ടാക്കി കഴിഞ്ഞു. മധുരവും വളരെ രുചിയുമുള്ള ഈ ഹെൽത്തി ഇലയട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്ക് ഇലയട കഴിക്കാം. ഇത് കാണുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.